ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. മഹി നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. മഹിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ടോട്ടൽ മാർക്കിൽ നിന്ന് 3-4 മാർക്കിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് റാങ്കോ? നിങ്ങൾക്ക് പഠനത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന മഹി ഇനിയുള്ള കുറച്ചുനാൾ ഗസ്റ്റ് ലെക്ചറായി ഇദ്ദേഹം നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. അപ്പോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സർ, ആദ്യം ഒരു പരിചയപ്പെടലൊക്കെ വേണ്ടേ? എന്നെ പ്രിൻസിപ്പൽ ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോയിട്ടല്ലേ ഉള്ളൂ. ആള് കൊള്ളാലോ. നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ പരിചയപ്പെട്ടോളാം. ഓക്കെ സർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിമിനൽ ലോയെ കുറിച്ചാണ്. ക്രിമിനൽ ലോ ഈസ് ദ ബോഡി ഓഫ് ലോ that defines offenses against society and prescribes punishments for those who commit them. അതായത് സമൂഹത്തിന് ഹാനികരമോ അപകടകരമോ ആയ പെരുമാറ്റങ്ങളെയും കുറ്റകൃത്യങ്ങളെയും തടയുന്നതിനും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നിയമ സംവിധാനത്തെയാണ് ക്രിമിനൽ നിയമം എന്ന് പറയുന്നത്. ചിന്നു, സോറി, കല്യാണി മുൻ സീറ്റിൽ വന്നിരിക്കും. നമ്മളെ പിൻബെഞ്ചിലേക്ക് പറഞ്ഞുവിട്ട് അവളത് വീണ്ടും മുൻബെഞ്ചിലേക്ക് വന്നിരിക്കുന്നു. അവള് വരുന്നുണ്ട്. ആര്? വേറെ ആരാ? കല്യാണം തന്നെ. ആ നാശം പിടിച്ചവക്ക് ക്ലാസ് റൂമിൽ എങ്ങാനും ഇരുന്ന് കഴിച്ചാ പോരെ. നമ്മളെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നതേ അവള് മനഃപൂർവ്വം വരുന്നതാണെന്നോ. അങ്ങനെയാണെങ്കിൽ അവളുടെ ഈ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും. ക്ലാസ് റൂമിൽ അവള് കുറെ ഷൈൻ ചെയ്തല്ലേ, ആ ഷൈനിങ് ഇവിടെ അങ്ങ് പൊക്കോളും. ദക്ഷേ, നീ എന്ത് ചെയ്യാനാ പ്ലാൻ? അവളിങ്ങി വരട്ടെ. അല്ല, ഞാനെപ്പോഴും തോട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചത്. ഓ, തോട്ടത്തിന്റെയും പൂക്കളുടെയും കാര്യങ്ങളും മാത്രം നോക്കിയാ മതിയോ? കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? അവരുടെ ഭാവി കാര്യങ്ങള് തീരുമാനിക്കണം. അതൊക്കെ നോക്കാനായി നീ ഉണ്ടല്ലോ. കാര്യങ്ങളെല്ലാം നീ തന്നല്ലേ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. സാധാരണ ഇതിലൊന്നും ഞാൻ ഇടപെടാറില്ലല്ലോ. പലപ്പോഴും നീ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുമില്ല. പക്ഷേ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ വരുമ്പോ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നമ്മള് രണ്ടാളും ചേർന്നിട്ടല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അർജുന്റെ കല്യാണ കാര്യത്തില് നമ്മൾ രണ്ടാളുടെ ആവശ്യമില്ലായിരുന്നല്ലോ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് താൻ വെറുതെ വേവലാതിപ്പെടണ്ട.
അവരുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോളും. അർജുൻ എടുത്തു ചാടി മണ്ടത്തരം കാണിച്ച് തെരുവിൽ കിടന്ന ഏതോ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുവെച്ച് മഹിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ലക്ഷ്മിയെ പോലെ കുടുംബ പാരമ്പര്യമില്ലാത്ത ഒരു പെണ്ണിനെ സ്വന്തം ഭാര്യയാണെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം നീ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? അർജുന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. എന്നാൽ മഹിയുടെ കാര്യത്തിൽ ആ തെറ്റ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മഹിയുടെ കല്യാണം ഉടനെ നടത്തണം. അതിന് നീ നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതും 4 ആൾ അറിയുന്ന മന്ത്രിയുടെ മകള്. അവര് തമ്മിലുള്ള കല്യാണവും നമ്മൾ 2 കുടുംബക്കാരും തമ്മിൽ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുമുണ്ട്. പിന്നെന്തിനാ എത്ര ടെൻഷൻ? മഹിയുടെയും ദക്ഷയുടെയും കല്യാണം വൈകിക്കരുത്. അത് ഉടനെ തന്നെ നടത്തണം. ദേ അമ്മ വന്നല്ലോ, അമ്മയുടെ അഭിപ്രായം പറയട്ടെ. നീ അംഗീകരിക്കാത്ത ബന്ധമാണെങ്കിലും ഈ വീട്ടിൽ ഒരു കല്യാണം നടന്നു തന്നെ ഉള്ളൂ. അതൊരു കല്യാണമല്ല, അബദ്ധമാ. എന്റെ മകൻ കാണിച്ച ആന മണ്ടത്തരം അതൊരു കല്യാണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല.